പക്ഷേ 3 മാസം മുൻപ് അശോകൻ ചന്ദ്രികയെ കണ്ടുമുട്ടി. അശോകേട്ട എന്ന വിളിയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ പഴയ തേജസ്സോടെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ചന്ദ്രികയാണ് താൻ കണ്ടത്. അന്ന് അവളെ അയാൾ തമ്പുരാട്ടിക്കുട്ടി എന്ന് തന്നെയാണ് അഭിസംബോധന ചെയ്തത്. എന്താണ് ഇവിടെ എന്ന ചോദ്യത്തിനുള്ള അവളുടെ മറുപടി അലോസരമുണ്ടാക്കുന്നതായിരുന്നു. തെരുവുകളായ തെരുവുകൾ തോറും കയറിയിറങ്ങി ശരീരം വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. അയാളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളെല്ലാം അവളുടെ ഒറ്റ മറുപടിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവളോടൊന്നും ചോദിക്കാൻ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വല്യങ്ങാടിയിലേക്ക് വന്നാൽ മതി, ഞാൻ അവിടുത്തെ ചുമട്ടുതൊഴിലാളിയാണെന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്നും പോയി. പിന്നെ അയാൾ കാണുന്നത് ജീവനറ്റ് കിടക്കുന്ന ചന്ദ്രിക തമ്പുരാട്ടിയാണ്. ഇത്രയും പറഞ്ഞു തീർക്കുമ്പോൾ അയാളുടെ കണ്ണിൽ നിന്നും 2 കണ്ണുനീർ അടർന്നു വീണു. എന്തെങ്കിലും താൻ അവൾക്കൊരു ജീവിതം കൊടുത്തിരുന്നെങ്കിൽ അവൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന കുറ്റബോധത്തിൽ വിലപിച്ചുകൊണ്ട് അയാൾ ആ പോലീസ് സ്റ്റേഷന്റെ പടി കടന്നുപോയി. പക്ഷെ അപ്പോഴും ഉത്തരം കിട്ടാതെ മറ്റൊരു ചോദ്യവും അവശേഷിച്ചിരുന്നു. ആരാണ് ചന്ദ്രിക തമ്പുരാട്ടിയെ കൊലപ്പെടുത്തിയത്? തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി. പതിവ് പോലെ പാളയം ജംഗ്ഷനിൽ പെട്രോളിങ്ങിനായി പോലീസ് ഉദ്യോഗസ്ഥനെത്തി. രാത്രി ഏറെ വൈകിയിരുന്നു. ബസ് സ്റ്റാൻഡിന് സമീപത്തായി ആരോ ഒരാൾ ഇരുട്ടിലേക്ക് ഓടി മറയുന്നത് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സംശയം തോന്നിയ ആ ഉദ്യോഗസ്ഥൻ അയാളെ തേടിപ്പിടിച്ച് വിളിച്ചെത്തു കൊണ്ടു. കണ്ടയുടനെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറഞ്ഞു, ഇയാൾ കള്ളനൊന്നുമല്ല സാർ, ഇവനാണ് ഭ്രാന്തൻ വിനോദ്. കുറച്ചു നാളായി ഇവിടെയൊക്കെ കറങ്ങി നടക്കലാണ് ഇയാളുടെ പതിവ്. മോഷ്ടിക്കാറില്ല, സിഗരറ്റൊക്കെ വലിക്കാനും മറ്റുമൊക്കെയായി ആളുകളോട് പണം ആവശ്യപ്പെടാറുണ്ട്. പോലീസുകാർ കള്ളനല്ലെന്ന് പറഞ്ഞെങ്കിലും അസമയത്ത് കണ്ട അയാളെ പോലീസ് ഉദ്യോഗസ്ഥൻ ടോർച്ചടിച്ച് സൂക്ഷ്മമായി നിരീക്ഷിച്ചു.